പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ നിർണായക നീക്കങ്ങളാണ് ചാലക്കുടി ബാങ്ക് കവർച്ചാ കേസിൽ പ്രതിയായ റിജു ആന്റണിയെ പിടികൂടാൻ പോലീസിന് സഹായമായത്. പ്രതി നേരത്തെ ഗൾഫിലായിരുന്നു. അതിനുശേഷം തിരിച്ചെത്തി ചാലക്കുടിയിൽ വലിയ വീട് വാങ്ങി അവിടെ സുഖമായിട്ട് കഴിയുന്ന അവസരത്തിൽ ഇദ്ദേഹത്തിന് കുറച്ച് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാകുകയും അതിലേക്ക് ആരും സഹായിക്കുവാനോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് നിന്ന് പണം ഒപ്പിക്കുവാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ബാങ്ക് കൊള്ള ആസൂത്രണം ചെയ്തതെന്നാണ് പോലീസിനോട് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹം ബാങ്ക് കൊള്ള ആസൂത്രണം ചെയ്യുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബാങ്കിലെത്തുകയും ബാങ്കിൻ്റെ ഇടപാട് സമയം, ആളുകൾ വരുന്ന സമയം, അതുപോലെ ആളുകൾ കുറവുള്ള സമയം, ലഞ്ച് ടൈം, അതുപോലെ തന്നെ അവിടുത്തെ CCTV ക്യാമറകളുടെ പൊസിഷൻ എല്ലാം നോക്കി വെച്ചു. അതിനുശേഷം ഇദ്ദേഹം പോയത് ചാലക്കുടിയിലെ ഒരു പെരുന്നാൾ സ്ഥലത്തേക്കാണ്. അവിടെ നിന്നും ഒരു ബൈക്കിൻ്റെ നമ്പർ ഇളക്കിയെടുത്ത് ഒട്ടിക്കുന്ന ടൈപ്പാണ്, അത് കരുതിയിരുന്നു. അതിനുശേഷം ഇദ്ദേഹം വന്ന് പല സമയങ്ങളിലും ബാങ്കിലെത്തി ബാങ്കിൻ്റെ മുഴുവൻ വിവരങ്ങളും ഇദ്ദേഹം ആസൂത്രണം ചെയ്തു. പോട്ടാപ്പള്ളിയിൽ ഇദ്ദേഹം എല്ലാ ഞായറാഴ്ചയും വന്ന് കുർബാനയ്ക്ക് വരുമായിരുന്നു. ഇതൊക്കെയാണ് ചാലക്കുടി തന്നെ ഉള്ള ബാങ്ക് തിരഞ്ഞെടുക്കാൻ കാരണമായത്. അവിടെ നിന്ന് ബാങ്ക് കൊള്ളയിലേക്ക് ആസൂത്രണം ചെയ്ത ഓരോ സമയത്തും ഇയാൾ വളരെ കൃത്യതയോടുകൂടി തന്നെയാണ് ബാങ്ക് കൊള്ള ആസൂത്രണം ചെയ്തത്. പിന്നീട് ഇദ്ദേഹം പോയത് CCTV ഇല്ലാത്ത വഴികൾ നോക്കിയാണ് രക്ഷപ്പെടേണ്ടതിന് വേണ്ടി. ഇദ്ദേഹം അതിനുശേഷം ബാങ്കിലെത്തി കവർച്ച നടത്തുന്ന സമയത്ത് ഹിന്ദിയിലാണ് സംസാരിച്ചതെന്നാണ് ബാങ്കിലെ ജീവനക്കാർ പറഞ്ഞത്. ശരീരഭാഷ വെച്ചിട്ട് ഒരു മലയാളി തന്നെയാണെന്ന് പോലീസ് നേരത്തെ തന്നെ വിലയിരുത്തിയിരുന്നു. ഹിന്ദി സംസാരിക്കുന്ന ആരെങ്കിലും ആണെങ്കിൽ ഹിന്ദിക്കാരുടെ ശരീരഭാഷയല്ല എന്നുള്ളതാണ് പോലീസിൻ്റെ വിലയിരുത്തലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ബാങ്കുമായി ബന്ധപ്പെട്ട് ബാങ്കിനെ അറിയാവുന്നവർ തന്നെ ആയിരിക്കാം ഈ കൃത്യത്തിന് പിന്നിലെന്ന് പോലീസ് സംശയിച്ചിരുന്നു. ഇദ്ദേഹം ബാങ്കിൽ നിന്നും പണം എടുത്ത ശേഷം വളരെ കൂളായിട്ടാണ് നടന്നു പോകുന്നത്. നമ്മൾ CCTV ക്യാമറ ദൃശ്യങ്ങളിലെല്ലാം കണ്ടതാണ്. ഈ പ്രതി പണമെടുത്ത് ബൈക്കിൽ പോയ ശേഷം ഈ CCTV ക്യാമറകൾ ഇല്ലാത്ത വഴിയിലൂടെ പോയി 3 തവണ അദ്ദേഹം ഡ്രസ്സ് മാറി അതുപോലെ തന്നെ ബൈക്കിൻ്റെ മിറർ ഊരി വെച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം വീണ്ടും ഹൈവേയിലെത്തി. അങ്ങനെ പോലീസിനെ കുറേ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇദ്ദേഹം പ്രവർത്തിച്ചു. അത് മനഃപൂർവ്വം തന്നെയാണ് എന്നാണ് പോലീസിൻ്റെ വിലയിരുത്തൽ. അതിനുശേഷം ഇദ്ദേഹം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ വാർത്തകളെല്ലാം സ്വന്തം മൊബൈലിൽ കണ്ട് പ്രതിയിലേക്ക് എത്തുകയില്ല എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. പോലീസ് പ്രതിയെ പിടിക്കാനായിട്ട് വീട്ടിലേക്ക് എത്തിയപ്പോൾ അല്ലെങ്കിൽ പോലീസ് വീട്ടിലേക്ക് എത്തിയപ്പോൾ ഞെട്ടിപ്പോയി എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. കാരണം ഒരിക്കലും ഇദ്ദേഹത്തിലേക്ക് എത്തുകയില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. എല്ലാ ഐഡൻറ്റിഫിക്കേഷനും ഹൈഡ് ചെയ്തിട്ടാണ് ഇദ്ദേഹം കൃത്യം നടത്തിയത്. അതുപോലെ തന്നെ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അങ്കമാലി ഭാഗത്തേക്കും തുടർന്ന് ചാലക്കുടി ഭാഗത്തേക്കും തുടർന്ന് പല ദിശകളിലും CCTV ക്യാമറകളില്ലാതെ വഴിയിലൂടെ അദ്ദേഹം സഞ്ചരിക്കുകയുണ്ടായി. ഇതെല്ലാം പോലീസിനെ കുഴപ്പിച്ചെങ്കിലും അവസാനം ഈ പ്രതിയുടെ ഷൂസിൻ്റെ ഒരു നിറം നോക്കി വെച്ചിരുന്നു. അങ്ങനെയാണ് പ്രതിയിലേക്ക് എത്തിയത്. അതുപോലെ തന്നെ ബാങ്കിൽ വന്നിരുന്ന ആ ഒരാഴ്ചത്തെ CCTV ഫുട്ടേജ് എല്ലാം പോലീസ് കളക്ട് ചെയ്യുകയും അതിൽ വന്നവരുടെ ലിസ്റ്റെല്ലാം എടുക്കുകയും ചെയ്തിരുന്നു. ഈ പോലീസ് അന്വേഷണം നടക്കുന്നതിൻ്റെ ഇടയിൽ ഈ പ്രതി ഒരു ഉപയോഗശൂന്യമായ എക്സ്പയർ ആയ ഒരു ATM കാർഡുമായിട്ട് ATMിൽ കൊണ്ടിട്ട് അതിനുശേഷം ഇത് വർക്കാകുന്നില്ല എന്നും പറഞ്ഞ് ബാങ്കിൽ കയറുകയും അവിടെ ഉണ്ടായിരുന്ന ദൃശ്യങ്ങളെല്ലാം കാണുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇദ്ദേഹം മടങ്ങിപ്പോയി. അപ്പോഴും ഇദ്ദേഹത്തെ പോലീസ് പിടിക്കുകയില്ല എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ് ഈ കേസിൽ വളരെ വഴിത്തിരിവായത്. ഏത് ക്രൈം നടന്നു കഴിഞ്ഞാലും ഒരു തെളിവ് ബാക്കി ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ അത് പോലീസിന് കനത്ത വെല്ലുവിളിയായിരുന്നു. കാരണം യാതൊരുവിധ തെളിവുകളും ഈ കേസിൽ ഇല്ല. സാഹചര്യ തെളിവുകൾ മാത്രമുള്ള ഒരു കേസാണിത്. അതുകൊണ്ട് തന്നെ പോലീസിന് പ്രതിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ വെല്ലുവിളി നിറഞ്ഞ ഒന്ന് തന്നെയായിരുന്നു. ചാലക്കുടി ഭാഗത്തുണ്ടായിരുന്ന കോൾ ലിസ്റ്റുകളെല്ലാം എടുത്ത് പരിശോധിച്ചു. അതുപോലെ തന്നെ
എല്ലാ പഴുതുകളും അടച്ചുള്ള അന്വേഷണങ്ങളായിരുന്നു. 3 ദിവസമായിട്ട് പോലീസ് ഉറങ്ങിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ദൃശ്യമാധ്യമങ്ങളിൽ കൂടി എല്ലാം നമ്മൾ കണ്ടതാണ്.